എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും LDC എക്സാമിൻ്റെ അവസാനവട്ട ഒരുക്കത്തിലായിരിക്കും എന്നറിയാം. എന്നിരുന്നാലും ഈ നിമിഷത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം, നിങ്ങളുടെ എക്സാമിനെ അല്ലെങ്കിൽ നിങ്ങളുടെ റിവിഷനെ ഒന്നുകൂടി ആക്കം കൂട്ടാൻ പറ്റിയ ഒരു ചോദ്യപേപ്പറുമായാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ശനിയാഴ്ചയാണ് LDC എക്സാം നടക്കുന്നത്. ആദ്യ സ്ട്രീമിൽ ട്രിവാൻഡ്രമാണ്. അപ്പോൾ അതിന് മുന്നോടിയായി ഏറ്റവും അവസാനമായി PSC നടത്തിയ LDC ലെവൽ ചോദ്യപേപ്പറാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് 25/7/2024 ഇത് നടത്തപ്പെട്ടത്. അതായത് ഇന്ന് നടന്ന എക്സാമാണിത്. ഏറ്റവും അവസാനമായി ഇതേ സിലബസിൽ, ഇതേ ക്വാളിഫിക്കേഷനിൽ PSC നടത്തുന്ന അവസാന എക്സാം, അതായത് നമുക്കൊരു മാതൃകാ ചോദ്യപേപ്പറായി കണക്കാക്കാൻ പറ്റുന്ന ഏറ്റവും അവസാനത്തെ എക്സാം എന്ന് നമുക്ക് ഈ ചോദ്യപേപ്പറിനെ വിളിക്കാം. ഇത് നടന്നത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. തമിഴ്, കന്നഡ അറിയാവുന്നവർക്ക് വേണ്ടി മാത്രം നടത്തിയൊരു പരീക്ഷ. അതുകൊണ്ട് തന്നെ ഇതിലൊരു 40ഓളം ചോദ്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ബാക്കി വരുന്ന 60ഓളം ചോദ്യങ്ങൾ നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ 60ഓളം ചോദ്യങ്ങളിൽ 50ഓളം ചോദ്യങ്ങളും ഹോട്ട് ടോപ്പിക്സിൽ വരുന്നതാണ്. ഹോട്ട് ടോപ്പിക്സ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇംഗ്ലീഷ്, മലയാളം, സയൻസ് പാഠഭാഗങ്ങളെയാണ്. അപ്പോൾ ഈ ഇംഗ്ലീഷിൽ നിന്ന് 20ഓളം ചോദ്യങ്ങൾ മനസ്സിലാക്കണം. ഇംഗ്ലീഷിൽ നിന്ന് 20ഓളം ചോദ്യങ്ങൾ, മലയാളത്തിൽ നിന്ന് 20ഓളം ചോദ്യങ്ങൾ, സയൻസ് പാഠഭാഗങ്ങളിൽ നിന്ന് 10ഓളം ചോദ്യങ്ങൾ, അങ്ങനെ 50ഓളം ചോദ്യങ്ങൾ. പിന്നെ GK ഭാഗത്തിൽ നിന്ന് 10ഓളം ചോദ്യങ്ങൾ. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം എന്നീ ടോപ്പിക്കിൽ നിന്ന് 40ഓളം ചോദ്യങ്ങളാണ് ഈ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ PSC ശനിയാഴ്ച നടത്താൻ പോകുന്ന LDCക്ക് മുന്നോടിയായി ഏറ്റവും റീസെൻ്റായ ചോദ്യപേപ്പർ എന്നതുകൊണ്ട് തന്നെ ഈ 40 മാർക്കിൽ നിന്ന് ഇംഗ്ലീഷിൽ നിന്നായാലും മലയാളത്തിൽ നിന്നായാലും 1-2 ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം, റീസെൻ്റായിട്ടുണ്ടാവുന്ന ചോദ്യപേപ്പറുകളിൽ, അതിനുശേഷം വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ അതിൻ്റെ ഒരു ട്രെൻഡ്, അതിൻ്റെ ഒരു അലയൊളി പിന്നീട് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അത് സ്വാഭാവികമാണ്. മുൻകാലങ്ങളിലും അങ്ങനെ തന്നെയാണ്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ആ സമയങ്ങളിൽ നടക്കുന്ന ചോദ്യപേപ്പറുകളിൽ ഏതാണ്ട് സ്വഭാവങ്ങൾ ഏകദേശം ഒരുപോലെ ഇരിക്കും. സ്വാഭാവികമായും 40ഓളം ചോദ്യങ്ങളാണ് ഇംഗ്ലീഷ്, മലയാളം പാഠഭാഗങ്ങളിൽ നിന്നും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഉറപ്പായും നിങ്ങൾ പഠിച്ചിട്ട് മാത്രമേ എക്സാം ഹാളിലേക്ക് പോകാവൂ. എസ്പെഷ്യലി ട്രിവാൻഡ്രം, തൊട്ടടുത്ത് വരുന്ന കൊല്ലം, അത്തരത്തിലുള്ള ജില്ലക്കാർ, ഏറ്റവും റീസെൻ്റായി LDC എക്സാം അപ്പിയർ ചെയ്യാൻ പോകുന്നവർ. കാര്യം, ഏറ്റവും ഹോട്ട് ടോപ്പിക്സ് ആണ് ഇംഗ്ലീഷും മലയാളം. അതിൽ നിന്ന് PSCയുടെ ഏറ്റവും റീസെൻ്റായ ചോദ്യപേപ്പറിൽ നിന്ന് 40ഓളം ചോദ്യങ്ങൾ നമുക്ക് ചെയ്ത് പരിശീലിക്കാനും പഠിക്കാനും സാധിച്ചാൽ അതൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഉറപ്പായും ഈ ചോദ്യം ചെയ്ത് പരിശീലിക്കാൻ ശ്രമിക്കുക. ഈ ചോദ്യങ്ങൾ മനഃപ്പാഠമാക്കുക. നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം വൈറ്റമിൻസ് എന്ന ടോപ്പിക്കിൽ നിന്നായിരുന്നു. കുട്ടികളിലെ എല്ലുകളെ ദുർബലപ്പെടുത്തുന്ന റിക്കറ്റ്സ് എന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നത് ശരീരത്തിൽ ഡാഷ് കുറയുന്നത് മൂലമാണ്. ജീവകം D. രണ്ടാമത്തെ ചോദ്യം മനുഷ്യ ശരീരം എന്ന ടോപ്പിക്കിൽ നിന്നായിരുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി അത് സ്റ്റേപ്പിസ് ആണ്. മൂന്നാമത്തെ ചോദ്യം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ്. ഓസോൺ പാളിയുടെ കനം കുറയുന്നതിന് പ്രധാനമായും കാരണമാകുന്നത് CFC അല്ലെങ്കിൽ ക്ലോറോഫ്ലൂറോ കാർബൺ. നാലാമത്തത് രോഗാരികളും എന്ന ടോപ്പിക്കിൽ നിന്നാണ്. സിക്ക വൈറസ് രോഗം പ്രധാനമായും പകരുന്നത് ഡാഷ് വഴിയാണ്. അത് കൊതുക് കടിയാണ്. ഈഡിസ് ഈജിപ്തിയ എന്ന കൊതുകിൽ നിന്നുമാണ്. അഞ്ചാമത്തെ ചോദ്യം ഫിസിക്സ് മേഖലയിൽ നിന്നുമായിരുന്നു. ഭൂമധ്യരേഖയ്ക്കടുത്ത് വച്ച് മാസും ഭാരവും നിർണയിച്ച ഒരു വസ്തു ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് വച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? മാസ് മാറുന്നില്ല, ഭാരം ഏറ്റവും കൂടുതൽ. അപ്പോൾ ഒരിക്കൽ കൂടി ആ ചോദ്യം, ഭൂമധ്യരേഖയ്ക്കടുത്ത് വച്ച് മാസും ഭാരവും നിർണയിച്ച ഒരു വസ്തു ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് വച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മാസ് മാറുന്നില്ല, ഭാരം ഏറ്റവും കൂടുതൽ. ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം എന്ന ടോപ്പിക്കിൽ നിന്നുമാണ്. 4 മടങ്ങാകും. ഒരിക്കൽ കൂടി, ഇത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യനാണ്. ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം എത്ര മടങ്ങാകും? 4 മടങ്ങാകും.
അടുത്തത് ഫിസിക്സിൽ നിന്ന് തന്നെ പ്രകാശം എന്ന ടോപ്പിക്കിൽ നിന്നാണ്. ഇതെല്ലാം ഹോട്ട് ടോപ്പിക്സ് ആണ്. പ്രകാശ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? പ്രകാശ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? അപവർത്തനം. അടുത്തത് കെമിസ്ട്രിയിൽ നിന്നാണ്. കെമിസ്ട്രിയിൽ നിന്ന് ഹോട്ട് ടോപ്പിക്കായ പീരിയോഡിക് ടേബിളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ പെടുന്നു? 18ാം ഗ്രൂപ്പിലാണ്. അലസവാതകങ്ങൾ പീരിയോഡിക് ടേബിളിൻ്റെ ഏത് ഗ്രൂപ്പിലാണ് പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 18ാം ഗ്രൂപ്പ്. അടുത്തത് നമ്മൾ കെമിസ്ട്രിയിൽ നിന്നാണ്. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം താപനിലയോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? നേർ അനുപാതത്തിലായിരിക്കും. നമുക്കറിയാം വാതക നിയമങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഹോട്ട് ടോപ്പിക്കാണ് കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന്. അതിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം താപനിലയോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേർ അനുപാതത്തിലായിരിക്കും. അടുത്തത് കെമിസ്ട്രിയിൽ നിന്ന് തന്നെ കാർബൺ. അടുത്തൊരു ഹോട്ട് ടോപ്പിക്കായ കാർബണിൽ നിന്നാണ്. കാർബണിൻ്റെ രൂപാന്തരമായ വജ്രത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ശക്തിയായ സഹസംയോജക ബന്ധമാണ് വജ്രത്തിൻ്റെ കാഠിന്യത്തിന് കാരണം. അല്ലെങ്കിൽ വജ്രത്തിന് അപവർത്തനാങ്കം വളരെ കൂടുതലാണ്. വൈദ്യുതചാലകമായി പ്രവർത്തിക്കുന്നു. ഇതിലേതാണ് തെറ്റായ പ്രസ്താവന എന്നുള്ളതാണ്. ഇതിൽ 3 തെറ്റായ പ്രസ്താവന. വൈദ്യുത ചാലകമായി പ്രവർത്തിക്കുന്നു. ഇതിൽ ആദ്യത്തെ 1ഉം 2ഉം ശരിയാണ്. ശക്തിയായ സഹസംയോജക ബന്ധനമാണ് വജ്രത്തിൻ്റെ കാഠിന്യത്തിന് കാരണം. വജ്രത്തിന് അപവർത്തനാങ്കം വളരെ കൂടുതലാണ്. അപ്പോൾ വജ്രവും കാർബണും എന്ന ടോപ്പിക്കുകൾ ഒന്ന് നോക്കി വെച്ചേക്കുക. ഉറപ്പായും റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കേരള ഹിസ്റ്ററിയിൽ നിന്നും ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ചോദ്യമാണ് കേരളത്തിലെ വിപ്ലവങ്ങൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ക്ഷേത്രപ്രവേശന വിളംബരം. അതിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഏറ്റവും ബേസ് ചോദ്യമാണ്, ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്യപ്പെട്ട ചോദ്യവുമാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപനം നടത്തിയതെന്ന് 1936 നവംബർ 12. അടുത്തത് അതുപോലെ തന്നെ ഏറ്റവും റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് കേരള ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നും ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ. ഈ ചോദ്യം PSC എത്ര തവണ ചോദിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. അത്രത്തോളം റിപ്പീറ്റഡായ ഒരു ക്വസ്റ്റ്യനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ അത് AKG ആണ്, AK ഗോപാലൻ. 1846 കോട്ടയം മന്നാനത്ത് സംസ്കൃത വിദ്യാലയം സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ആര്? നവോത്ഥാനത്തിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. കുര്യാക്കോസ് ഏലിയാസ് ചവറയാണ്. അപ്പോൾ 1846 കോട്ടയം മന്നാനത്ത് സംസ്കൃത വിദ്യാലയം സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും കുര്യാക്കോസ് ഏലിയാസ് ചവറയാണ്. സ്വദേശാഭിമാനി ദിനപത്രത്തിൻ്റെ ഉടമസ്ഥൻ ആരായിരുന്നു? സ്വദേശാഭിമാനി ദിനപത്രത്തിൻ്റെ ഉടമസ്ഥൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്തതും നവോത്ഥാനത്തിൽ നിന്ന് തന്നെയാണ് ചോദ്യം. കല്ലുമാല പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്. ഏറ്റവും ഇമ്പോർട്ടൻ്റായി നോക്കിയിരിക്കേണ്ട നവോത്ഥാന നായകനാണ് അദ്ദേഹം. അയ്യങ്കാളിയാണ് ആൻസർ. അപ്പം കല്ലുമാല പ്രക്ഷോഭം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അയ്യങ്കാളിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നായകനും കൂടിയാണ്. PSCയുടെ ചോദ്യ പേപ്പറുകളിൽ ആത്മവിദ്യാകാഹളം എന്ന ഗ്രന്ഥം രചിച്ചത് അത് വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാകാഹളം എന്ന ഗ്രന്ഥം രചിച്ചത് വാഗ്ഭടാനന്ദൻ. അടുത്തത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നാണ്. SCERT എന്നുള്ള ചോദ്യമാണ്. നീലദർപ്പൺ എന്ന നാടകത്തിൻ്റെ രചയിതാവ് അത് ദീനബന്ധുമിത്ര. നീലദർപ്പൺ എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ദീനബന്ധുമിത്ര. അടുത്തത് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം. നിങ്ങൾക്കറിയാം റീസെൻ്റായി നടന്ന ചോദ്യ പേപ്പറുകളെല്ലാം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ടോപ്പിക്ക് എന്ന് പറയാവുന്നതാണ് ആര്? ഹോട്ട് ടോപ്പിക്കിൽ വരുന്നൊരു ടോപ്പിക്കാണ് ഗാന്ധിജി. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ. എല്ലാവർക്കും അറിയാം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ചമ്പാരനാണ്. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് നേതൃത്വം നൽകിയ നേതാവ് അത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് നേതൃത്വം നൽകിയ നേതാവ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. PSC ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്ത ഒരു ബുക്കാണ് അടുത്തത്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് അത് EMS ആണ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് EMS നമ്പൂതിരിപ്പാട്. ഇനിയാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. 20ഓളം ചോദ്യങ്ങൾ മലയാളം പാഠഭാഗങ്ങളിൽ നിന്നുള്ളതാണ്. ഉറപ്പായും നോക്കി വച്ചിരിക്കുക. ഒന്നാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ
മറ്റൊരാളിൽ കാണപ്പെടാത്തത് എന്ന അർത്ഥം വരുന്ന പദം. ചുവടെ തന്നിട്ടുള്ളതിൽ മറ്റൊരാളിൽ കാണപ്പെടാത്തത് എന്ന അർത്ഥം വരുന്ന പദം. അത് അന്യാദൃശ്യം. ഇതാണ് അന്യാദൃശ്യം. ദൃശ്യമല്ല, അന്യാദൃശ്യം. ഉറപ്പായും ഈ ചോദ്യം നോക്കി വെച്ചേക്കുക. മറ്റൊരാളിൽ കാണപ്പെടാത്തത് എന്ന അർത്ഥം വരുന്ന പദം അന്യാദൃശ്യം. അന്യാദൃശ്യം. ഉറപ്പായും ഇതൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമായി മാറാം. ചോദ്യപേപ്പർ വന്നു കഴിഞ്ഞാൽ മറ്റൊരാളിൽ കാണപ്പെടാത്തത് ഏതാണ്? അന്യാദൃശ്യം. അടുത്തത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. സാധാരണ PC ചോദ്യപേപ്പറിൽ ഇത് കാണപ്പെടാവുന്നൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ കണ്ടുവരുന്ന ചോദ്യമാണ്. മുഖ്യമന്ത്രിയെ കാണാനും പരാതി നൽകുന്നവരും പോയി. വാഹന അപകടത്തിൽ ഏകദേശം 10ഓളം പേർ മരിച്ചതായി പറയപ്പെടുന്നു. കേരളത്തിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് താരതമ്യേന സ്ത്രീകളാണ് കൂടുതൽ. വൃദ്ധനായ ഒരു പുരുഷൻ സ്വയം ആത്മഹത്യ ചെയ്തു. ശരിയായ വാക്യം ഏതാണെന്നാണ്. ഇതിൽ 4ഉം തെറ്റാണ്. ഈ 4 വാക്യങ്ങളും തെറ്റാണ്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. 4 വാക്യങ്ങളും തെറ്റാണ്. മുഖ്യമന്ത്രി കാണാനും അത് തെറ്റാണ്. വാഹനാപകടത്തിൽ ഏകദേശം 10ഓളം പേർ തെറ്റാണ്. കേരളത്തിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് താരതമ്യേന സ്ത്രീകൾ അത് തെറ്റാണ്. വൃദ്ധനായ ഒരു പുരുഷൻ സ്വയം ആത്മഹത്യ ചെയ്തു തെറ്റാണ്. അടുത്തത് നമ്മളെ സ്പെല്ലിംഗ് കറക്ഷനാണ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഘടകവിരുദ്ധം. ഘടകവിരുദ്ധത്തിൻ്റെ 4ഓളം ഘടകവിരുദ്ധമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ശരിയായ ഓപ്ഷൻ B ആണ്. ഘടകവിരുദ്ധം. കായാണ്. മേഘത്തിൻ്റെ കായല്ല, മറ്റേ കായാണ്. നമ്മുടെ കണ്ണൻ എന്നൊക്കെ പറയുന്ന കായാണ്. അടുത്തത് കായ്ക്കും കായയുടെ കായാണ്. തിരനോട്ടം എന്ന ശൈലി സൂചിപ്പിക്കുന്നത് ശൈലിയാണ്. അപ്പം തിരനോട്ടം എന്ന ശൈലി സൂചിപ്പിക്കുന്നത് ഏറെക്കാലത്തിന് ശേഷം പഴയകാലം ഓർമ്മിക്കുന്നത്, തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള നോട്ടം, അല്പാൽപമായി സൂചനകൾ നൽകുന്നത്, കാര്യങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുന്നത്. ഇത് ഓപ്ഷൻ C ആണ് ഉത്തരം. അല്പാൽപമായി സൂചനകൾ നൽകുന്നത്. എന്താണ് അല്പാൽപമായി സൂചനകൾ നൽകുന്നത്? അടുത്തത് പര്യായ പദമാണ് മൃത്തിക. മൃത്തിക എന്നതിൻ്റെ പര്യായമാണ് മണ്ണ്. ഇതൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമായി മാറാം. മൃത്തിക എന്നതിൻ്റെ പര്യായമാണ് മണ്ണ്. സാധാരണയായി ചോദ്യപേപ്പറിൽ കണ്ടുവരാത്തൊരു ചോദ്യമാണ് മണ്ണിൻ്റെ പര്യായമായി. അപ്പം മണ്ണിൻ്റെ ഒരു പര്യായമാണ് ഏത്? മൃത്തിക. അടുത്തത് നമ്മൾ സാധാരണയായി PC ചോദ്യപേപ്പറിൽ കടന്നു വരുന്നതാണ് നൈതികം. നൈതികം എന്നാൽ നീതിയെ സംബന്ധിക്കുന്നത്. അപ്പം നീതിയെ സംബന്ധിക്കുന്നതാണ് എന്ത്? നൈതികം. അടുത്തത് ചേർത്തെഴുതാനുള്ളതാണ് എരിതി. എരിതി എങ്ങനെയാണ്? അത് ഓപ്ഷൻ C ആണ്. എരി അധികം തീ, എരിതി. ഓപ്ഷൻ C ആണ് ആൻസർ. അടുത്തത് തെറ്റായ ജോഡി കണ്ടെത്തുക. ഉദ്ധൃതം, അനുദ്ധൃതം, ഊഷരം, ശീതളം, ഉത്സാഹം, നിരുത്സാഹം, ഉപകൃതം, അപകൃതം. ഇതിൽ ഓപ്ഷൻ B ആണ്. ഊഷരം, ശീതളം. തെറ്റായ ജോഡിയാണ് ഊഷരം, ശീതളം. ബാക്കി 3ഉം ശരിയാണ്. ഓപ്ഷൻ Aയും Cയും Dയും ശരിയാണ്. അത് നോക്കി വെച്ചേക്കുക. തെറ്റായ ജോഡിയാണ് ചോദിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഓപ്ഷൻ B ആണ്. അടുത്തത് വിവർത്തനമാണ്. ജസ്റ്റ് അറൗണ്ട് ദ കോർണർ. അതിൻ്റെ മലയാളം വിവർത്തനം ഉടനടി നടക്കാനിടയുള്ള കാര്യം. അപ്പം ഉടനടി നടക്കാൻ ഇടയിലുള്ള കാര്യം, അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഏത്? ജസ്റ്റ് അറൗണ്ട് ദി കോർണർ. ജസ്റ്റ് അറൗണ്ട് ദി കോർണർ. ശരിയായ ഒറ്റപ്പദം ഏതെന്നുള്ളതാണ്. ലിംഗത്തെ സംബന്ധിച്ചത് ലൈംഗികം, വ്യാകരണത്തെ സംബന്ധിച്ചത് വൈയാകരണം, പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം, കുടിക്കാൻ ആഗ്രഹമുള്ളവൻ പിപാസു. ഇത് 4ഉം ശരിയാണ്. അപ്പോൾ ഈ 4 ഒറ്റപ്പദവും നോക്കി വച്ചിരിക്കുക. ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ലിംഗത്തെ സംബന്ധിച്ച് ലൈംഗികം, വ്യാകരണത്തെ സംബന്ധിച്ച് വൈയാകരണം, പിതാവിനെ സംബന്ധിച്ച് പൈതൃകം, കുടിക്കാൻ ആഗ്രഹമുള്ളവൻ പിപാസു. ചിലപ്പോൾ ചോദിച്ചേക്കാം. 4ഓളം ചോദ്യങ്ങളാണ് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ഒറ്റപ്പദത്തിൽ നിന്നും ലഭിക്കുന്നത്. അപ്പം 4ഉം ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ രൂപമേത്? ഇതും ഒരു സ്പെൽ കറക്ഷനാണ്. അത് ജഡിലം. ശരിയായ രൂപമാണ് ജഡിലം. ഓപ്ഷൻ A ആണ്. ജഡിലം. ജഡിലം. S വരുന്ന ഡായാണ് അവിടെ വരേണ്ടത്. അതാണ് അതിൻ്റെ കറക്ഷനും. അപ്പം ജഡിലം ഓപ്ഷൻ A. അടുത്തത് ഒരു പര്യായമാണ്. 2ാമത്തെ പര്യായമാണ് റിപ്പീറ്റായി വരുന്നത്. ഇരുമ്പ് എന്ന വാക്കിൻ്റെ പര്യായം താഴെ പറയുന്നതിൽ ഏതാണെന്നുള്ളതാണ്. ആയസം. ഇതും ഒരു റാങ്ക് മേക്കിംഗ് ആയി മാറാവുന്നൊരു ചോദ്യമാണ്.
നേരത്തെ മണ്ണിൻ്റെ ഒരു പര്യായം വന്നിട്ടുണ്ടായിരുന്നു, മൃത്തിക. അതുപോലെ ഇരുമ്പിൻ്റെ പര്യായം അത് ആയസമാണ്, ആയസം. ഇരുമ്പിൻ്റെ പര്യായം ഏതാണ്? ആയസം. വീണ്ടും ശരിയായ വാക്യമാണ്. ഇത് രണ്ടാമത്തെ ചോദ്യമാണ്. 500 തേങ്ങകൾ വിറ്റു, 20 പശുക്കൾ വാങ്ങി, 30 കുട്ടികൾ വന്നു, 15 മാങ്ങകൾ കൊടുത്തു വിട്ടു. ഇതിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. 2ഉം 3ഉമാണ് ശരി. 20 പശുക്കൾ വാങ്ങി, 30 കുട്ടികൾ വന്നു. ഓപ്ഷൻ ബി ആണ് ശരി. അടുത്തത് വചനമാണ്. വചനം, ഏകവചനം, ബഹുവചനം. ഗുരുക്കൾ എന്ന പദത്തിലെ വചനം ഏതാണ്? അത് പൂജക ബഹുവചനമാണ്. ഗുരുക്കൾ. നമുക്ക് കേൾക്കുമ്പം അത് എന്താണ്, ഒരു ബഹുവചനം ആയത് സലിംഗമാണോ അലിംഗമാണോ എന്നൊക്കെ സംശയം തോന്നാം. ഇത് ഒരു പൂജക ബഹുവചനമാണ്. ഗുരുക്കൾ പൂജക ബഹുവചനമാണ്. ഇതും റിപ്പീറ്റ് ചെയ്ത് വരുന്നൊരു ക്വസ്റ്റ്യനാണ്, ഗുരുക്കൾ. അടുത്തത് ശരിയായ വാക്യം ഏതാണെന്നുള്ളതാണ്. ഇതൊരു മൂന്നാമത്തെ ചോദ്യമാണ്. സത്യം പറയുക എന്നത് ആവശ്യമാണ്. സ്വഭാഷയെ ദുഷിപ്പിക്കാതിരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നിത്യവും വ്യായാമം ചെയ്യണമെന്നുള്ളത് അത്യാവശ്യമാണ്. ഈ 3 വാക്യങ്ങളും തെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം 3ഉം തെറ്റാണ്. അടുത്തതും ഒരു സ്പെൽ ചെക്കാണ്. ആദരാഞ്ജലികൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ്. നോക്കി വച്ചേക്കുക, ചിലപ്പോൾ കിട്ടിയേക്കാം ആദരാഞ്ജലികൾ. അടുത്തത് വിഗ്രഹമാണ്. കടബാധ്യത, കടത്തിൻ്റെ ബാധ്യത, കടത്തിലുള്ള ബാധ്യത, ബാധ്യതയും കടവും, കടം മൂലം ഉണ്ടാകുന്ന ബാധ്യത. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ. കടം മൂലം ഉണ്ടാകുന്ന ബാധ്യത. അടുത്തത് 78ാമത് ചോദ്യം. കര ചരണാദികൾ ഘടകപദങ്ങളാക്കിയാൽ ഓപ്ഷൻ എ കരവും ചരണാദികളും, ഓപ്ഷൻ ബി കരം, ചരണം മുതലായവ, ഓപ്ഷൻ സി കരത്തിൻ്റെ ചരണാദികൾ, ഓപ്ഷൻ ഡി കരവും ചരണവും ആദിദായവയും. ഇതിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം. കരം, ചരണം മുതലായവ. അടുത്തത് നിരാമയൻ എന്നാൽ, നിരാമയത്തിൻ്റെ അർത്ഥമാണ് ചോദിക്കുന്നത്. നിരാമയൻ എന്നാൽ ദുഃഖമില്ലാത്തവൻ എന്നാണ് ആൻസർ. ഓപ്ഷൻ സി ആണ്. നിരാമയൻ എന്നാൽ ദുഃഖമില്ലാത്തവൻ എന്നാണ് ആൻസർ. അടുത്ത മലയാളം വിഭാഗത്തിൽ നിന്നുള്ള അവസാന ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവരിൽ തെറ്റായി പിരിച്ചെഴുതിയിരിക്കുന്നത് ഏതെന്നുള്ളതാണ്. ആദ്യത്തെ കണ്ടു, അത് കൺ അധികം തു, ശരിയാണ്. അടുത്തത് അവൻ, ആ അധികം അൻ, അതും ശരിയാണ്. അടുത്തത് മൂന്നാമത്തത് പ്രത്യക്ഷം പ്രതി അധികം അക്ഷം, അതും ശരിയാണ്. ഇതിൽ വാഗ്ദേവത അതാണ് തെറ്റായി കൊടുത്തിരിക്കുന്നത്, തെറ്റായി പിരിച്ചെഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തെറ്റായ ഓപ്ഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, വാഗ്ദേവത. ബാക്കി 3ഉം ശരിയാണ്. നോക്കി വച്ചിരിക്കുക, ചിലപ്പം പിരിച്ചെഴുതാൻ ഇതിൽ നിന്നൊരു ചോദ്യം വന്നേക്കാം. ഇനിയുള്ളത് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്നുള്ള 20 ചോദ്യങ്ങളാണ്. താരതമ്യേന കടുപ്പമേറിയ ചോദ്യങ്ങൾ എന്ന് തോന്നാം. എങ്കിലും ഇതിലേതെങ്കിലും ഒരു ചോദ്യം കടന്നു വന്നാൽ അത് നമുക്ക് വേണ്ടി മാത്രമുള്ള ചോദ്യങ്ങളായിരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട്, ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് വിഭാഗത്തിലേക്ക് കടക്കാം. സെൻറ്റൻസ് കറക്ഷനാണ്, പ്രപ്പോഷനാണ് ആദ്യത്തെ ചോദ്യം. സ്യൂട്ടബിൾ പ്രപ്പോഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. 81ാമത്തെ ചോദ്യം. ദെയർ വാസ് നത്തിങ് ഇമ്പോർട്ടുനേറ്റ് ഡാഷ് ഹിം എബൌട്ട് ഹിം എന്നാണ് ഉത്തരം. എബൌട്ട് ഹിം, എബൌട്ട് ഹിം. ദെയർ വാസ് നത്തിങ് ഇമ്പോർട്ടുനേറ്റ് എബൌട്ട് ഹിം, എബൌട്ട് ഹിം. അടുത്തത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഇൻ മെനി കൺട്രീസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ഡാഷ് ഹെയർ ടു ക്യാരി ഓൺ ദ ഫാമിലി നെയിം. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ആൻ, ഓപ്ഷൻ സി ദ, ഓപ്ഷൻ ഡി നോ ആർട്ടിക്കിൾ, ഓപ്ഷൻ ബി ആനാണ് ഉത്തരം. ഓപ്ഷൻ ബി ആനാണ് ഉത്തരം. അടുത്തത് ഒരു സ്പെൽ കറക്ഷനാണ്. ക്വിൻറ്റിഎസെൻഷ്യൽ, ക്വിൻറ്റിഎസെൻഷ്യൽ അത് ഓപ്ഷൻ എ ആണ് ഉത്തരം. QUINTESSENTIAL, ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത 84ാമത് ചോദ്യം. എവരിബഡി ഹാസ് അവോയ്ഡഡ് ഡിസ്കസിങ് ദ ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഡ്യൂറിങ് ദ മീറ്റിംഗ് ഡാഷ്. ഇത് ക്വസ്റ്റ്യൻ ടാഗാണ്. ഒന്നുകൂടി. എവരിബഡി ഹാസ് അവോയ്ഡഡ് ഡിസ്കസിങ് ദ ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഡ്യൂറിങ് ദ മീറ്റിംഗ് ഡാഷ്. ഹാസ് എനിബഡി, ഹാസിൻറ്റ് ഇറ്റ്, ഹാവിൻറ്റ് ദേ, ഹാവ് ദേ. ഇതിൽ ഓപ്ഷൻ സി ആണ്, ഹാവിൻറ്റ് ദേ ആണ് ഉത്തരമായി വരുന്നത്. 85ാമത് ചോദ്യം. ഇതൊരു ഫ്രേസൽ വെർബാണ്. ദ സെയിലർ വാസ് ഡാഷ് ഓൺ എ റിമോട്ട് ഐലൻഡ് ആഫ്റ്റർ ദി സ്റ്റോം റെക്കഡ് ദ ഷിപ്പ്, റെക്കഡ് ഹിസ് ഷിപ്പ്. ഒരിക്കൽ കൂടി. ദ സെയിലർ വാസ് ഡാഷ് ഓൺ എ റിമോട്ട് ഐലൻഡ് ആഫ്റ്റർ ദി സ്റ്റോം റെക്കഡ് ഹിസ് ഷിപ്പ്.
അത്യാവശ്യം ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമായി മാറാവുന്നൊരു ഫ്രേസൽ വെർബാണ്. താരതമ്യേന കണ്ടുവരാത്തൊരു ഫ്രേസൽ വെർബ് കൂടിയാണ്. കാസ്റ്റ് അസൈഡ്, കാസ്റ്റ് എവേ, കാസ്റ്റ് ഓഫ്, കാസ്റ്റ് ഔട്ട്. ഇതിൻ്റെ ഉത്തരമായി വരുന്നത് കാസ്റ്റ് എവേ, കാസ്റ്റ് എവേ. അടുത്തൊരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. എ സ്റ്റുഡൻറ്റ് വിത്ത് ദി ഹയസ്റ്റ് റാങ്ക് ഇൻ എ ക്ലാസ്. എ സ്റ്റുഡൻറ്റ് വിത്ത് ഹയസ്റ്റ് റാങ്ക് ഇൻ എ ക്ലാസ്. വെലഡിക്റ്റേറിയൻ, വെറ്റിനേറിയൻ, അഗ്രേറിയൻ, പ്രസ്ബിറ്റേറിയൻ. ഇതിൽ ഓപ്ഷൻ എ ആണ് വെലഡിക്റ്റേറിയൻ. അപ്പം എ സ്റ്റുഡൻറ്റ് വിത്ത് ഹയസ്റ്റ് റാങ്ക് ഇൻ എ ക്ലാസ്, വെലഡിക്റ്റേറിയൻ. അടുത്തത് ഒരു കോമ്പൗണ്ട് വേർഡ്. താഴെ പറയുന്നവയിൽ ഏതാണ് കോമ്പൗണ്ട് വേർഡ് അല്ലാത്തത് എന്നാണ്. വീക്കെൻഡ്, സൺഷൈൻ, ബാക്ക് പാക്ക്, പ്ലേഫുൾ. ഇതിൽ ഓപ്ഷൻ ഡി പ്ലേഫുള്ളാണ് കോമ്പൗണ്ട് വേർഡ് അല്ലാത്തത്. നോക്കി വച്ചേക്കുക, ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും ഈ കോമ്പൗണ്ട് വേർഡും. അടുത്തത് സഫിക്സ് ആണ്. ചീപ്പ്, ചീപ്ലി, ഹോപ്പ്ഫുൾ, ഹോപ്പ്ഫുള്ളി, ഫിയർലെസ്, ഫിയർലെസ്ലി, ഫ്രണ്ട്, ഫ്രണ്ട്ലി. അപ്പോൾ ഇതിൽ ഏതാണ് അഡ്ജക്റ്റീവ് ട്രാൻസ്ഫോർമേഷൻ വിത്ത് എ സഫിക്സ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രണ്ട്, ഫ്രണ്ട്ലി ആണ്. ഓപ്ഷൻ ഡി ആണ് ഫ്രണ്ട്, ഫ്രണ്ട്ലി. അടുത്തത് കറക്റ്റ്. ഇതിൽ താഴെ പറയുന്ന സെൻറ്റൻസിൽ ഡൗൺ സ്ട്രീം ആണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതാണ്. ദ ഫാക്ടറി ഡിസ്ചാർജ് ഇറ്റ്സ് വേസ്റ്റ് ഡൗൺ സ്ട്രീം, കാസിംഗ് പൊല്യൂഷൻ ഇൻ ദ നിയർ ബൈ കമ്മ്യൂണിറ്റീസ്. ഇതിൽ ഡൗൺ സ്ട്രീം എന്നുള്ള അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് ഏത് വിഭാഗത്തിൽ പെടുന്നു? നൗൺ, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, വെർബ്. ഇത് ആഡ് വെർബിലാണ് വരുന്നത്. ആഡ് വെർബിൽ ചൂസ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. വൺ വേർഡ്, വീണ്ടും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. രണ്ടാമത്തെ ചോദ്യമാണിത്. എ പേഴ്സൺ ഹൂ പ്രിപ്പയേഴ്സ് ആൻഡ് സെൽസ് കോഫി. എ പേഴ്സൺ ഹൂ പ്രിപ്പയേഴ്സ് ആൻഡ് സെൽസ് കോഫി. കോഫി വിൽക്കുന്ന ഒരാളെ നമുക്ക് എങ്ങനെ വിളിക്കാം? കോഫി ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ബേക്കർ, ബ്രിക്ലെയർ, ബാർടെൻഡർ, ബാരിസ്റ്റ. ഇതിൽ ഓപ്ഷൻ ഡി ബാരിസ്റ്റയാണ് ഉത്തരം. അപ്പം കോഫി ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയെ നമുക്ക് ബാരിസ്റ്റ എന്ന് വിളിക്കാം. അടുത്തത് കൃത്യമായ വെർബ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ദ ഡെലീഷ്യസ് അരോമ ഓഫ് ഫ്രഷ്ലി പ്രിപ്പയർഡ് മീൽസ് ഡാഷ് ഫ്രം ദി കിച്ചൺ. 91ാമത്തെ ചോദ്യം. ദ ഡെലീഷ്യസ് അരോമ ഓഫ് ഫ്രഷ്ലി പ്രിപ്പയർഡ് മീൽസ് ഡാഷ് ഫ്രം ദി കിച്ചൺ വേവർ വാഫ്റ്റിംഗ്, വാഫ്റ്റ്സ്, ടു വാഫ്റ്റ്. ഇതിൽ ഓപ്ഷൻ സി വേർബ്സ് ആണ്. ഓപ്ഷൻ സി വേർബ്സ് ആണ് ഇതിൽ ആൻസറായി വരുന്നത്. വേർബ്സ്. അപ്പം 92ാമത്തെ ചോദ്യം. ദ ടൂറിസ്റ്റ്സ് എൻജോയ്ഡ് വാച്ചിങ് ദ മെസ്മറിങ് മൊമെൻ്റ് ഓഫ് ദി ഡാഷ് ഓഫ് ഫിഷ് ഗ്ലൈഡിങ് ത്രൂ ദ വാട്ടർ. ഇത് കളക്റ്റീവ് നൗൺ ആണ്. മീനിൻ്റെ കൂട്ടത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? അതാണ് ചോദ്യം. ഇത്രയും വലിച്ചു നീട്ടി കൊടുത്തിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ചോദ്യം വളരെ സിമ്പിളാണ്. ഫിഷിൻ്റെ കൂട്ടത്തെ അല്ലെങ്കിൽ മീനിൻ്റെ കൂട്ടത്തെ നമുക്ക് എങ്ങനെ വിളിക്കാം? സ്കൂൾ. അപ്പം മീനിൻ്റെ കൂട്ടത്തെ പറയപ്പെടുന്നത് സ്കൂൾ എന്നാണ്. സ്വാഭാവികമായും സ്കൂൾ ഓഫ് ഫിഷ്. ഇത് ഓപ്ഷൻ ബി ആണ് ആൻസർ. 93ാമത്തെ ചോദ്യം ക്ലോസ് ആണ്, ഇഫ് ക്ലോസ് ആണ്. ഡാഷ് ഇഫ് യു ഹാഡ് വൺ ദ ലോട്ടറി. അത് ഓപ്ഷൻ എ ആണ് ആൻസർ. വാട്ട് വുഡ് യു ഹാവ് ഡൺ ഇഫ് യു ഹാഡ് വൺ ദ ലോട്ടറി. അപ്പം ഓപ്ഷൻ എ ആണ് ഉത്തരം. വാട്ട് വുഡ് യു ഹാവ് ഡൺ. അടുത്തത് ഇതിൽ നിന്നൊരു ആൾട്ടർനേറ്റീവ് കണ്ടെത്തുക എന്നുള്ളതാണ്. ബ്രിങ് എ ജാക്കറ്റ് ഇൻ കേസ് ഇറ്റ് ഗെറ്റ്സ് കോൾഡ് ലേറ്റർ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇറ്റ് ഗെറ്റ്സ് കോൾഡ് ലേറ്റർ. ബ്രിങ് എ ജാക്കറ്റ് ഇൻ കേസ് അതിൻ്റെ ആൾട്ടർനേറ്റീവായി വരുന്നത് ഇറ്റ് ഗെറ്റ്സ് കോൾഡ് ലേറ്റർ. സോ ദാറ്റ് കൊണ്ടൊരു സെൻറ്റൻസിനെ ബന്ധിപ്പിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പം സോ ദാറ്റ് കൊണ്ട് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിനെ ഒരിക്കൽ കൂടെ റീറൈറ്റ് ചെയ്യുക, അതിൻ്റെ അർത്ഥം മാറാതെ തന്നെ. ദ മൂവി വാസ് ടു സ്കേറി ഫോർ മീ ടു വാച്ച് ഇറ്റ് എലോൺ. ആ സിനിമ ഒറ്റയ്ക്ക് കാണാൻ എനിക്ക് ഭയമായിരുന്നു എന്നുള്ള സെൻറ്റൻസിനെ ഇതിൻ്റെ അർത്ഥം മാറാതെ റീറൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ദ മൂവി വാസ് സോ സ്കേറി ദാറ്റ് ഐ കുഡിൻറ്റ് വാച്ച് ഇറ്റ് എലോൺ. ദ മൂവി വാസ് സോ സ്കേറി ദാറ്റ് ഐ കുഡിൻറ്റ് വാച്ച് ഇറ്റ് എലോൺ. വീണ്ടും ഒരു കറക്റ്റ് ആൾട്ടർനേറ്റീവ് ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ് അടുത്ത ചോദ്യവും. വെൻ വി റിട്ടേൺഡ് ഹോം ഡാഷ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഹീ ഫൗണ്ട് ദാറ്റ് ഹിസ് ക്യാറ്റ് ഹാഡ് നോക്ക്ഡ് ഓവർ ദി വേസ്. ഹീ ഫൗണ്ട് ദാറ്റ് ഹിസ് ക്യാറ്റ് ഹാഡ് നോക്ക്ഡ് ഓവർ ദ കേസ്. ഒന്നുകൂടി ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 96. ഹീ ഫൗണ്ട് ദാറ്റ് ഹിസ് ക്യാറ്റ് ഹാഡ് നോക്ക്ഡ് ഓവർ ദി വേസ്. അടുത്തത് റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ആൻഡ് ബിഗിൻ വിത്ത് സ്കേഴ്സ്ലി കൊണ്ട് ആരംഭിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് സ്കേഴ്സ്ലി കൊണ്ട് ആരംഭിക്കുക എന്നുള്ളതാണ് ചോദ്യം.
ഹി റിസീവ്ഡ് ദ മെസ്സേജ് ഫ്രം ഹെഡ് ക്വാർട്ടേഴ്സ് സൂൺ ഹി സ്റ്റാർട്ടഡ്. ഈ സെൻറ്റൻസിനെ നമ്മൾ സ്കേഴ്സ്ലി കൊണ്ട് തുടങ്ങുന്ന രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. സ്കേഴ്സ്ലി ഹാഡ് ഹി റിസീവ്ഡ് ദ മെസ്സേജ് ഫ്രം ഹെഡ് ക്വാർട്ടേഴ്സ് വെൻ ഹി സ്റ്റാർട്ടഡ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സ്കേഴ്സ്ലി ഹാഡ് ഹി റിസീവ്ഡ് ദ മെസ്സേജ് ഫ്രം ഹെഡ് ക്വാർട്ടേഴ്സ് വെൻ ഹി സ്റ്റാർട്ടഡ്. 98ാമത്തെ ചോദ്യം റിപ്പോർട്ടർ സ്പീച്ചാണ്. ഡിഡ് യു വാച്ച് ദ ഫിലിം ആഫ്റ്റർ യു ഫിനിഷ്ഡ് റീഡിങ് ദ ബുക്ക്? ഇതിനെ റിപ്പോർട്ട് ചെയ്യാനാണ്. ഷീ ആസ്ക്ഡ് മീ ഇഫ് ഐ ഹാഡ് വാച്ച്ഡ് ദ ഫിലിം ആഫ്റ്റർ ഐ ഹാഡ് ഫിനിഷ്ഡ് റീഡിങ് ദി ബുക്ക്. ഇഫ് ഐ ഹാഡ് വാച്ച്ഡ് ദ ഫിലിം ആഫ്റ്റർ ഐ ഹാഡ് ഫിനിഷ്ഡ് റീഡിങ് ദ ബുക്ക്. ഓപ്ഷൻ സി ആണ് ഉത്തരമായി വരുന്നത്. അടുത്തത് വോയിസ് ആണ്. ഡിഡ് ദേ ലെൻഡ് ഹിം സം മണി? ഡിഡ് ദേ ലെൻഡ് ഹിം സം മണി? ഇത് ആൻസറായി വരുന്നത് വാസ് ഹി ലെൻഡ് സം മണി? വാസ് ഹി ലെൻഡ് സം മണി? ഓപ്ഷൻ എ ആണ്. അടുത്തത് ഈ ഇംഗ്ലീഷ് വിഭാഗത്തിലെ ഈ ചോദ്യ പേപ്പറിലെ അവസാന ചോദ്യമാണ്. കറക്റ്റ് ഇഡിയം ഏതെന്നുള്ളതാണ്. ശൈലി. ആഫ്റ്റർ ഹർ ഡിവോഴ്സ് ഷീ ടേൺഡ് ദ കോർണർ ആൻഡ് ബിക്കം ഹാപ്പിയർ ദാൻ എവർ. അവളുടെ ഡിവോഴ്സിന് ശേഷം അവൾ ഏറ്റവും സന്തോഷവതിയായി കാണപ്പെട്ടു. ടു റിലൊക്കേറ്റ് ദ റെസിഡൻസ്, ടു പാസ് ദ ക്രൈസിസ്, ടു ഹാവ് എ ന്യൂ റിലേഷൻ, ടു ഹാൻഡ് ഓവർ ദ പ്രോപ്പർട്ടി. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും, അതായത് ടേൺഡ് ദി കോർണർ എന്ന ഇഡിയത്തിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ്. ടു പാസ് ദി ക്രൈസിസ്. ടു പാസ് ദി ക്രൈസിസ് 100 ബി ആണ് ആൻസർ. അപ്പം എല്ലാവരും ഉറപ്പായും ഈ ചോദ്യപേപ്പർ ചെയ്ത് നോക്കുക, പരിശീലിക്കുക, മനഃപ്പാഠമാക്കുക. ഉറപ്പായും ഏറ്റവും ഇമ്പോർട്ടൻ്റായി 20ഓളം വരുന്ന മലയാള ചോദ്യങ്ങളും 20ഓളം വരുന്ന ഇംഗ്ലീഷ് ചോദ്യങ്ങളും ഉറപ്പായി കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഗ്രാമർ പാർട്ടൊന്നും റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും വൊക്കാബുലറി പാർട്ട്, ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും വൊക്കാബുലറി പാർട്ട് ഉറപ്പായും റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. റിപ്പീറ്റ് ചെയ്താൽ ഇത് നിങ്ങൾക്ക് മാത്രം ലഭിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കാര്യം അത്രത്തോളം റാങ്ക് മേക്കിംഗ് കണ്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായും നിങ്ങളുടെ LDC എക്സാമിന് വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും നല്ലൊരു LDC എക്സാം ഉണ്ടാവട്ടെ. എല്ലാവർക്കും LDC എക്സാമിന് ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു.